ഒരു അമുസ്ലിമായ ഒരു ഡോക്ടർ, കൗൺസിലിങ്ങിൻ്റെ ഡോക്ടർ നമ്മളുടെ വിദ്യാർത്ഥിനികൾക്കുള്ള ഒരു സദസ്സിൽ വെച്ച് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി. അദ്ദേഹം ഒരായത്ത് ഓതിക്കൊണ്ടാണ് സംസാരം തുടങ്ങിയത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ 281 ആയത്ത്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അതായത് അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ശേഷം ഓരോ ആത്മാക്കൾക്കും ഓരോ ശരീരത്തിനും അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി നൽകപ്പെടുകയും ചെയ്യും. ഒരാളോടും യാതൊരു അനീതിയും കാണിക്കപ്പെടുകയില്ല. എന്നിട്ട് അദ്ദേഹം സൂചിപ്പിച്ചു, നിങ്ങൾക്ക് ആ ദിവസത്തെക്കുറിച്ച് പേടിയുണ്ടോ? എനിക്ക് ആ ദിവസത്തെ വല്ലാതെ പേടിയുണ്ട്. പറയുന്നത് ആരാണ്? മുസ്ലിം അല്ലാത്ത ഡോക്ടർ. അല്ലാത്ത പേടിയുണ്ട്. എന്താണ് അദ്ദേഹം പേടിക്കാനുള്ള കാരണം? നമുക്കറിയാം, അവിടെ ഒരുവിധ സ്ഥാനമാനങ്ങളോ ജോലികളോ അതല്ലെങ്കിൽ സാമ്പത്തിക ബലമോ സുഹൃത്ബന്ധമോ ശുപാർശകളോ സ്വീകരിക്കപ്പെടാത്ത ഒരു ദിവസമാണ്. അവിടെ വിചാരണയുടെയും പ്രതിഫലത്തിൻ്റെയും മാത്രം ദിവസമാണ്. പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു ദിവസം. അതുകൊണ്ട് തന്നെ സത്യം മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള അദ്ദേഹം മുസ്ലിങ്ങളായ നമ്മോട് ഉണർത്തുകയാണ്, എനിക്ക് ആ ദിവസത്തെ പേടിയുണ്ട്, നിങ്ങൾക്ക് ആ ദിവസത്തെ പേടിയുണ്ടോ? എന്താണ് നമ്മൾ കൊടുക്കുന്ന മറുപടി? എന്തായിരിക്കും നമ്മൾ കൊടുക്കേണ്ടുന്ന മറുപടി? എന്തായിരിക്കും? നിങ്ങൾക്കറിയാം, ഖലീലുള്ള എന്ന് അള്ളാഹു ഓമന പേരിട്ട് വിളിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവേ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം എന്നെ നീ മാനം കെടുത്തരുതേ, അപമാനിതനാക്കരുതേ. മക്കളോ മുതലോ ഉപകാരപ്പെടാത്ത ആ ദിവസം അവിടെ സുരക്ഷിതമായ ഹൃദയത്തോടുകൂടി ഹാജരായവർക്കല്ലാതെ അവിടെ രക്ഷയുണ്ടാവില്ല. അതുകൊണ്ട് പടച്ചോനെ, എന്നെ നീ മാനം കെടുത്തരുതേ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുമ്പോൾ ആ ദിവസത്തിൻ്റെ ഗാംഭീര്യം, ഭീകരത എത്രമാത്രമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ആർക്കെങ്കിലും 60 വയസ്സുവരെ ഈ ലോകത്ത് ജീവിക്കാൻ അവസരം തന്നിട്ടുണ്ടെങ്കിൽ കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാം എന്ന് കരുതി ഒരാളും പരലോകത്തേക്ക് വരേണ്ടതില്ല എന്നാണ്. നമ്മൾ ഏറ്റവും പ്രധാനമായി പഠിച്ച ഒരു കാര്യം, വളരെ വിദഗ്ധമായി നമ്മൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ്? കാരണങ്ങൾ പറയുക എന്നതാണ്. കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നതാണ്. അത് പലപ്പോഴും നല്ല സംരംഭങ്ങളിൽ നിന്നായിരിക്കാം നമ്മൾ കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 60 കൊല്ലം ഇവിടെ ജീവിക്കാൻ അവസരം തന്നാൽ എന്തൊക്കെ നിങ്ങൾ കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ശരി, ആ കാരണങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ സ്വർഗം വാങ്ങാൻ മാത്രമുള്ള സമയം നിങ്ങൾക്ക് അല്ലാഹു ഈ 60 വയസ്സിനിടയിൽ നൽകിയിട്ടുണ്ട്. നമ്മളിൽ അധികം ആളുകളും, എന്ന് ഞാൻ മനഃപൂർവ്വം പറയുകയാണ്, ഞാനടക്കമുള്ള ആളുകൾ നല്ലൊരു ശതമാനം ആ പരിധിയും കഴിഞ്ഞവരാണ്. നമ്മൾക്ക് ആലോചനയ്ക്കുള്ള അവസരമാണ്. എന്തായിരിക്കും എൻ്റെ വിചാരണ, എൻ്റെ പരിസമാപ്തി എന്തായിരിക്കും എന്ന് ആലോചിക്കാനൊരവസരമാണ്. നമ്മൾ ഈ രൂപത്തിൽ 60 കഴിഞ്ഞിട്ടും നമുക്ക് കാരണങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ചും പണ്ടത്തേതിൽ നിന്ന് വ്യത്യസ്തമായി പലപ്പോഴും നമ്മൾ വിചാരിക്കും റിട്ടയർ ചെയ്തിട്ട് ജോലിയിൽ നിന്ന് വിരമിച്ചിട്ട് വേണം കൃത്യമായി ഒന്ന് പള്ളിയിൽ പോകാനും കുറച്ച് ഏറെ നിസ്കരിക്കാനും കുറച്ചേറെ ഖുർആൻ ക്ലാസുകൾ പങ്കെടുക്കാനും എന്ന് പൂതി വെക്കുന്നുണ്ടാകാം. പക്ഷേ അനുഭവം മറിച്ചാണല്ലോ, അല്ലേ? റിട്ടയർ കഴിഞ്ഞ ആളുകളുമായി പങ്കുവച്ചാൽ യാതൊരൊഴിവില്ലാന്നാ. നമ്മളുടെ കുട്ടികളെയാണെങ്കിൽ അടിച്ചിട്ടും ചീത്തറിഞ്ഞിട്ടും അവിടെ ഇരിക്കുന്നോ മക്ക് നേരല്ല എന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കാമായിരുന്നു. ഇപ്പോൾ ആരാൻ്റെ മക്കളല്ലേ നമ്മൾ വേറി കൊണ്ട് നടക്കണം. അതാ മരുമക്കൾ, ആൺമരുമക്കളുടെ മക്കളെ ആകുമ്പോൾ യാതൊരു അധികാരവും ഇല്ല, യാതൊരു വോയിസും ഇല്ല. എന്നാൽ നേരം വെളുത്ത് വൈകുന്നേരമാകോളം
അവരെ പോറ്റിക്കൊണ്ടേയിരിക്കണം എന്നും. ആ പല കഥകളും പറയാനുണ്ട്, കഥയൊന്നും പറയാൻ സമയം കളയുന്നില്ല. ഇവിടെ എവിടെയാണ് നമുക്ക് ചെയ്യാൻ സമയം കിട്ടിയത്? ജോലി സമയത്തൊക്കെയും നമ്മൾ കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെട്ടു. ഇപ്പോൾ പലപ്പോഴും പണ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ടീച്ചേഴ്സിനാണെങ്കിൽ ശനി ഞായർ ഒഴിവ് കിട്ടിയിരുന്നു. ഇപ്പം അതൊക്കെ പരിഷ്കരണങ്ങൾ മൂലം ആ പലപ്പോഴും ശനികൾ പല രൂപത്തിൽ വർക്കേണ്ടതായിരിക്കും. ഒരു ഞായറാഴ്ച മാത്രമാണ്. ഞായറാഴ്ച പറഞ്ഞാൽ ആകെ ഒരു ഞായറാഴ്ച ഒഴിവുള്ള ആ ഒരു ദിവസം എന്തൊക്കെയോ ഒരു പണിൻ്റെ പരിയിൽ. അപ്പോഴും ഇത് ക്ലാസ് ഇപ്പോൾ യൂട്യൂബിൽ കിട്ടൂലേ? എന്തെല്ലാം കിട്ടും. യൂട്യൂബിൽ കിട്ടുന്ന ക്ലാസ്സിൻ്റെ കഥ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഒരു ക്ലാസ് മുഴുവനായി കേൾക്കാൻ സാധിക്കാതിരുന്നാൽ എന്താണ് എന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാൻ പറ്റുക? അപ്പൊ അതൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഭർത്താവ് എന്തെങ്കിലും ചോദിക്കും, മകൾ എന്തെങ്കിലും ചോദിക്കും, മരുവൻ എന്തെങ്കിലും ഒന്ന് പോകാന്നറിയും, മക്കൾ എന്തെങ്കിലും പറയും. ഇതിൻ്റെ ഇടയിലാണ് ക്ലാസ് കേൾക്കുന്നത്. എത്രമാത്രം ഉപകാരപ്പെടും. അപ്പോ നമ്മൾ കാരണങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്കറിയാം, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സമയം ഉണ്ടാകും. അതിന് ചിന്തിക്കാൻ പറ്റിയൊരു അവസരമാണ് നമ്മുടെ ഈ ഇരുത്തം. നമ്മൾക്ക് മാത്രമല്ല, നമ്മൾക്ക് ആരോഗ്യം എപ്പോഴും നഷ്ടപ്പെടാം, നമ്മുടെ ബുദ്ധി എപ്പോഴും നഷ്ടപ്പെടാം, നമ്മളുടെ ചലനശേഷി, ചിന്താശേഷി ഒക്കെയും നഷ്ടപ്പെടാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ സമയം കിട്ടുമ്പോഴെല്ലാം നമ്മൾ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ചും നമുക്ക് ധാരാളമായി അവസരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഫംഗ്ഷനുകൾ, അതുപോലെ എൻഗേജ്മെന്റുകൾ, ജോലി തിരക്ക്, കാരണങ്ങൾ പറയുന്നതിനപ്പുറം നമ്മളുടെ അടുത്തുള്ള വിദ്യാഭ്യാസം, നമ്മളുടെ അടുത്തുള്ള ഇത്തരം സംരംഭങ്ങളില്, സംവിധാനങ്ങളില് നമ്മൾ മുന്നിൽ നടന്നുകൊണ്ട് അതിലേക്ക് ആളെ ക്ഷണിക്കുന്നവരും നമ്മൾ പങ്കെടുക്കുന്നവരുമാകണം. പലപ്പോഴും നമുക്കറിയാം, നമ്മളുടെ നാടുകളിലെ ഇത്രയും നേരം ഇവിടെ പറഞ്ഞ ഈ SIS, അതല്ലെങ്കിൽ നിസ്വ, അതല്ലെങ്കിൽ മറ്റുള്ള വെളിച്ചം പരിപാടികൾ, ഏതിലും ആ നാട്ടിലെ ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് പങ്കെടുക്കാൻ അതിലെ അംഗസംഖ്യ വളരെ പരിമിതമായിരിക്കും. ഏറ്റവും പ്രധാനം നമ്മളുടെ മുറ്റത്തുള്ള പള്ളി, ആ പള്ളിയിൽ പങ്കെടുക്കുന്നവരിൽ അതിൽ നമുക്കറിയാലോ, നമ്മൾ ഒരു സ്ഥലത്ത് ഒരു പള്ളിയിൽ ഞാൻ ചെന്നപ്പോൾ ആ പള്ളിയിൽ സ്ത്രീകളുടെ ഭാഗം എവിടെയെന്ന് ചോദിച്ചു. അതൊക്കെ പുല്ല് മൂടി കിടക്കുകയാണ്. അത് തപ്പിത്തടഞ്ഞ കയ്യിലെത്തി നോക്കുമ്പോൾ സ്ത്രീകളുടെ ഭാഗത്ത് ഇങ്ങനെ ഓരോ സുജൂദ് വെക്കുന്ന സ്ഥലത്തും ഒരു വട്ടത്തിൽ ഇങ്ങനെ കറുത്ത അടയാളങ്ങൾ. എന്താണത് എന്ന് ചോദിച്ചപ്പോൾ വവ്വാല് കാഷ്ടിച്ചതാണെന്നാ. നമ്മളുടെ വീടുകളിൽ വവ്വാലുകളില്ലേ? ഉണ്ടോ? ആ വവ്വാലുകൾ നമ്മുടെ ഡൈനിങ് ഹാളിൽ കാഷ്ടിച്ചു വെക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ വവ്വാല് കാഷ്ടിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ പങ്കെടുക്കേണ്ടുന്ന പള്ളിയിൽ വവ്വാല് നിറയെ കാഷ്ടിച്ചു വെച്ച്? എന്തുകൊണ്ടാണ്? നമ്മളുടെ സാന്നിധ്യം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. എന്താണ്? നമുക്ക് ആരോഗ്യമില്ലാഞ്ഞിട്ടാണോ? ഇല്ല എന്ന് പറയുന്നു എങ്കിൽ നമ്മൾ നമ്മോട് ചോദിച്ചു വെക്കുക, ഞാൻ ഒരാഴ്ചയിൽ 5 ദിവസം അല്ല 6 ദിവസവും എൻ്റെ ശമ്പളത്തിന് വേണ്ടി ഞാൻ ഓടിക്കതക്കണില്ലേ? നേരം വെളുത്ത് എഴുന്നേൽക്ക്, എപ്പോൾ എഴുന്നേൽക്കും? അമുസ്ലിങ്ങളായ ടീച്ചേഴ്സിന് വിളിച്ചപ്പോൾ അവർ 5 മണിക്ക് എഴുന്നേൽക്കുന്ന. എന്തിനാണ്? ചായയും കടിയും ചോറും കൂട്ടാനും ഒക്കെ ആക്കി ഈ കണ്ട ആളുകൾക്ക് പാത്രത്തിലാക്കി വീട് വൃത്തിയാക്കി അലക്കി കുളിച്ചു പോരണമെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കണം. അങ്ങനെ തുടങ്ങുന്ന നെട്ടോട്ടമുള്ള ഓട്ടം. പോരുമ്പോൾ അരി വെള്ളത്തിലിട്ട് പോരും. എന്തിനാണ്? വൈകുന്നേരം ചെന്ന് ആട്ടിയിട്ട് നാളത്തേക്കുള്ള പലഹാരം പ്ലാൻ ചെയ്യാൻ. അത്ര വെൽ പ്ലാൻഡ് ആണ് നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ. പക്ഷേ അവിടെ അത്രയും ബേജാറ് കൂട്ടി, തിരക്ക് കൂട്ടി നമ്മൾ ജോലി ചെയ്യും. നമ്മൾക്ക് മുറ്റത്തുള്ള പള്ളി, നമുക്ക് നമ്മളുടേതായ നെറ്റിവെക്കേണ്ടുന്ന സ്ഥാനത്ത് നമ്മൾ നെറ്റിവെച്ചിട്ടില്ലെങ്കിൽ സഹോദരിമാരെ, എന്താണ് നമ്മളതിന് മറുപടി പറയാ? നമ്മൾ നെറ്റിവെക്കേണ്ടുന്നിടത്ത് ആര് നെറ്റിവെക്കും? എത്ര വിശാലമായ സ്ഥലമാണ് നമുക്ക് വേണ്ടി അതിന് സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെ ജമാഅത്തുകളില് റസൂലുള്ളാഹിന്റെ കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അസ്മാ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹുവിന്റെ സഹോദരിയായ അസ്മാ റളിയല്ലാഹു അൻഹ, വളരെയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള ഒരു ജീവിതമായിരുന്നു അവർക്ക് അള്ളാഹു നിശ്ചയിച്ചിരുന്നത്. അവർക്കുണ്ടായിരുന്ന ആകെക്കൂടിലെ ഒരു വരുമാനം കുതിരയായിരുന്നു. അവരുടെ ഭർത്താവ് കുറച്ച് ദരിദ്രനായിരുന്നു. ആ കുതിരക്കുള്ള ഭക്ഷണം കാരക്കുരു ശേഖരിച്ചു കൊണ്ടെന്ന് അത് ഇടിച്ച് പാകപ്പെടുത്തിയിട്ടാണ് കുതിരക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്. അപ്പൊ അത് പെറുക്കിക്കൊണ്ടെന്ന് തലയിലേറ്റിക്കൊണ്ടെന്ന് അത് ഇടിച്ച് പാകപ്പെടുത്തി കൊടുക്കണം അവരുടെ കുതിരക്കുള്ള ഭക്ഷണത്തിന്. എന്നിട്ട് അവരാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന. ഏതുവരെ നമ്മളെല്ലാവരും ഗ്രഹണ നമസ്കാരം നിർവഹിക്കുന്നത് അസ്മാ റളിയല്ലാഹു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. അവരാണ് ആ നമസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ട് ആ നമസ്കാരത്തിന്റെ ക്രമവും രീതിയും എങ്ങനെ സംഭവിച്ചു എന്നും എന്തൊക്കെ അത് ആ ഗ്രഹണ നമസ്കാരത്തിൽ സംഭവിച്ചു എന്നൊക്കെ വിശദീകരിച്ചു തന്നത്
അസ്മാഉള്ളാഹിയുടെ ഹദീസാണ്. ഈ രൂപത്തിൽ നമുക്കറിയാലോ, ഇരട്ടപ്പട്ടക്കാരി എന്ന ഖ്യാതി ഇസ്ലാമിൽ നേടിയത് അസ്മാഉള്ളാഹിയാണ്. ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു അരപ്പട്ട അഴിച്ചുകൊണ്ട് അത് രണ്ട് കീറാക്കി പകുത്ത് അതിൽ ഒരു കഷ്ണം കൊണ്ടാണ് റസൂലുള്ളാഹിക്കും ബാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനുമുള്ള ഭക്ഷണത്തിന് പൊതി കിട്ടിയത്. അതാണ് അവർക്ക് ഇസ്ലാമിൽ കിട്ടിയ ഖ്യാതി കിട്ടാണ്ടായ. ഈ രൂപത്തിൽ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച അവർ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ജീവിതം മുന്നോട്ട് നീക്കാൻ. ഞാൻ സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ ഓരോ സ്ത്രീക്കും നേരത്തെ പറഞ്ഞ പോലെ ഹൗസ് വൈഫാണെങ്കിലും ജോലിയുണ്ട്. ഈ ജോലി കഴിഞ്ഞ് ഒരവസരം നമുക്ക് ഒഴിഞ്ഞു കിട്ടുമെന്ന് ഒരു മനുഷ്യനും വിചാരിക്കേണ്ടതില്ല. അങ്ങനെ ഒരു അവസരം ഉണ്ടാവില്ല. കാരണം അങ്ങനെ കിട്ടിയ റസൂൽ സല്ലല്ലാഹു പറഞ്ഞത് മാ അകല അഹദുൻ തുആമൻ ഖത്തു ഖൈറൻ മിൻ അമലി യദൈഹി ഫഇന്ന നബിയല്ലാഹി ദാവൂദ കാന യഅകുലു മിൻ അമലി യദൈഹി. ഓരോ മനുഷ്യനും തിന്നുന്ന ഭക്ഷണത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണമാണ്. അധ്വാനിച്ച് ഉണ്ടാക്കിയതിന്റെ ഫലമായി തിന്നുന്ന ഭക്ഷണമാണ്. നിശ്ചയമായും പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാം ഭക്ഷണം കഴിച്ചിരുന്നത് തന്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച ഭക്ഷണമായിരുന്നു. ദാവൂദ് അലൈഹിസ്സലാം രാജാവാണ്, ഖജനാവിൽ നിന്ന് കാശെടുത്താൽ മതി. പക്ഷേ അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിച്ച ഭക്ഷണമായിരുന്നു. അപ്പൊ ഏറ്റവും നല്ല ഭക്ഷണം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിക്കലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുക, അവസാന നിമിഷം വരെയും ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ ആ ജോലി നമ്മുടെ സ്വർഗം വാങ്ങാൻ ഒരു തടസ്സമാകരുത്. സ്വർഗം വാങ്ങാനുള്ള എന്തെല്ലാം മാർഗമുണ്ടോ അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹിന്റെ കാലത്ത് സഹാബ വനിതകള് പകൽ അന്തിയോളമുള്ള നമസ്കാരങ്ങൾക്ക് പുറമെ രാത്രി ഇശാ നമസ്കാരത്തിനും സുബഹി നമസ്കാരത്തിനും വരെ സഹാബ വനിതകൾ കരയുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ജമാഅത്ത് എത്താറുണ്ടായിരുന്നു എന്ന് പ്രസിദ്ധമായ ഹദീസുകളിൽ രേഖപ്പെട്ട് കാണുന്നത്. അതായത് അവനവന്റെ പരലോകത്തിന് വേണ്ടുന്ന വിഭവങ്ങള് നേരത്തെ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, പരലോകത്തിലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തെ ഭയപ്പെടുന്ന ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ നിമിഷവും പരലോകത്തേക്ക് വിഭവങ്ങൾ ഒരുക്കാൻ കൂടി സാധിക്കേണ്ടതുണ്ട്. നമ്മള് ജോലിസ്ഥലത്ത് മാത്രമല്ല, കൂട്ടത്തില് ഈ നമ്മളൊരു പരീക്ഷ എഴുതുകയാണ്. നമ്മൾ ദിവസവും നേരം വെളുത്ത് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെയും നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം എഴുതാൻ പറ്റാവുന്ന, ഒരിക്കലും അതിൽ തോറ്റാൽ പരീക്ഷയോ അതല്ലെങ്കിൽ ബെറ്റർ ചെയ്യാൻ അവസരമില്ലാത്തൊരു പരീക്ഷയാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ആ പരീക്ഷക്ക് നമ്മൾ അതിനുള്ള സിലബസാണ് വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും. അതിലുള്ള സിലബസ് വിശുദ്ധ ഖുർആനും പ്രവാചകചര്യമാണ്. ആ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യം അനുസരിച്ച് എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കി, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി എന്നതായിരിക്കും അവിടുത്തെ ചോദ്യം ഉണ്ടാകുക. നമുക്ക് എത്രമാത്രം ഉത്തരം പറയാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ എൻ്റെ ആയിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ അരീക്കോട്ടിൽ നിന്ന് അങ്ങനെ ഒരു മുസ്ലിം പെൺകുട്ടി TTCക്ക് തെക്കൻ ജില്ലയിൽ പോയി പഠിക്കാൻ എന്തുകൊണ്ടാണ് അതിന് സാധിച്ചത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാം? വിശുദ്ധ ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കിയുള്ള തഫ്സീർ അടക്കമുള്ള അർത്ഥം മനസ്സിലാക്കിയുള്ള പഠനം ഈ കേരളത്തിൽ നമുക്ക് ആദ്യമായി പരിചയിച്ചത് അരീക്കോട് നിന്നാണ്. NV അബ്ദുറഹ്മാൻ സാഹിബിന്റെ ബാപ്പ NV അബ്ദുസ്സലാം മൗലവിയാണ് ആദ്യമായി വിശുദ്ധ ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കി അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന. അപ്പൊ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ ആണ് പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം അനുവദിക്കപ്പെട്ടതാണ്. മാത്രമല്ല ഒരു വേള നിർബന്ധമാണ് എന്ന് മനസ്സിലാകുന്നത് വിശുദ്ധ ഖുർആന്റെ പഠനത്തിലൂടെയാണ്. അത് വായിക്കുക എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആന്റെ ഗ്രന്ഥത്തിന്റെ ആ വായന എന്ന കൽപ്പന ആണിനും പെണ്ണിനും ബാധകമാണ് എന്ന് വിശുദ്ധ ഖുർആന്റെ അർത്ഥം പഠിച്ചപ്പോൾ മനസ്സിലായത് കൊണ്ട് ആദ്യമായി TTCക്ക് പഠിക്കാൻ ഒരു മുസ്ലിം പെൺകുട്ടി വന്നത് അരീക്കോട് നിന്നായിരുന്നു. ഇപ്പോ നമ്മളെല്ലായിടത്തും പുരോഗമിച്ചെത്തി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ അടയാളമായി ധാരാളം കാര്യങ്ങൾ എണ്ണിത്തന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെല്ലാവരും വിദ്യാഭ്യാസം നേടും, പക്ഷേ തുഉല്ലിമ ലിഗൈരി ദീൻ, തുഉല്ലിമ ലിഗൈരി ദീൻ, ദീൻ അല്ലാത്ത കാര്യങ്ങൾ പഠിക്കാൻ ധാരാളമായി ആളുകൾ മുന്നോട്ട് വരും. എന്നാൽ ദീന് പഠിക്കാൻ ആളുകൾ വളരെ കുറവായിരിക്കും. സത്യം അതല്ലേ എന്ന് നമ്മൾ നമ്മോട് ചോദിച്ചു നോക്കുക. നമ്മുടെയൊക്കെ മക്കൾ ഒരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വല്യമ്മ, ഞാനത് മനഃപൂർവ്വം പറയുകയാണ്, അനുഭവം, വളരെ പ്രായമായ, ഞാനൊക്കെ വല്യമ്മയാണ്, 3-4 കുട്ടികളെ വല്യമ്മയാണ്, പക്ഷേ നമ്മളെക്കാൾ നമ്മൾ വല്യമ്മ എന്ന് പറയാൻ മാത്രം തോന്നിപ്പിക്കുന്ന ഒരു മുഖച്ഛായയുള്ള ഒരു വല്യമ്മ അടുത്തിരുന്ന് വീട്ടുവിശേഷം ചോദിച്ചപ്പോൾ മക്കളെ കുറിച്ച് പറഞ്ഞു. മക്കൾ 3 ആളും അങ്ങനെ എവിടെ പഠിക്കുന്നത്? അറബിക് കോളേജിലാണ്. വല്യമ്മ പറയാണ്,
മറ്റുള്ള കോളേജൊക്കൊന്നും ചേർത്താൻ മാത്രം മാർക്കില്ലഞ്ഞിട്ടേക്കൂലേ ഒക്കെ അറബി കോളേജ് ചേർത്തിയത്. സത്യത്തിൽ സങ്കടം കരച്ചിലും വന്നു. നമ്മളെ മുസ്ലിം സമുദായം വിശുദ്ധ ഖുർആൻ പഠനത്തെക്കുറിച്ച് കണ്ട കാഴ്ചപ്പാടിന്റെ പ്രതിരൂപമാണ് കട. നിങ്ങൾ ആലോചിക്കും, മറ്റ് കോളേജുകളിലേക്ക് പറഞ്ഞേക്കാളുള്ള മാർക്കില്ലഞ്ഞിട്ടേക്കൂലേ മൂന്നാളി അറബി കോളേജ് പറഞ്ഞേച്ചത്. നിങ്ങൾ ആലോചിക്കൂ. സത്യത്തിൽ മാർക്ക് ഞാൻ ഇവിടെ പറയണില്ല, മാർക്ക് അന്ന് ആലോചിക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് വേണ്ടത് ഏതിനാ? ശരിക്ക് അറബി കോളേജിൽ പോകുന്ന കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വേണ്ടത്. പക്ഷെ നമ്മുടെ സമുദായം നമ്മൾ വിചാരിക്കണം എന്താണ്? ഒരു രക്ഷിതാവിനോട് ചോദിച്ചു എത്ര കുട്ടികളൊക്കെ ഓരോരുത്തർ, അപ്പോൾ വലിയവനിങ്ങനെ അമേരിക്കയിലാണ്, മറ്റവനിങ്ങനെ ലണ്ടനിലാണ്. പരലോകത്തേക്ക് വേണ്ട സിലബസ് എന്ന് നമ്മളുടെ സാങ്കേതികമായി പറയുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാണ്. അവിടെ ഏറ്റവും പ്രധാനമായി ചോദിക്കപ്പെടുന്ന ഒന്നാമത്തെ വിഷയം നാം മനസ്സിലാക്കിയതുപോലെ ലാ ഇലാഹ ഇല്ലല്ലയാണ്, തൗഹീദ്. അത് ശരിയായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയാൽ ആളുകൾ ചെയ്യുന്നതിലൊക്കെയും നമ്മൾ പങ്കാളികളാകാൻ സാഹചര്യമുണ്ടാകും എന്ന തിരിച്ചറിവ് ഉദ്യോഗസ്ഥരായ നമുക്ക് പ്രത്യേകമായി വേണ്ടതാണ്. നമ്മളുടെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ പലപ്പോഴും നമ്മളിൽ ശിർക്ക് വന്നേക്കാവുന്ന സാഹചര്യങ്ങൾ, ബിദ്അത്തുകളിൽ തലയിടേണ്ടുന്ന സന്ദർഭങ്ങൾ ധാരാളമായി ഉണ്ടാകാം. അവിടെയൊക്കെ ഏതാണ് ശരിയെന്ന് വ്യക്തമായ ധാരണ ഉണ്ടാകണമെങ്കിൽ യഥാർത്ഥ അറിവ് നാം നേടേണ്ടതുണ്ട്. നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. നമ്മളുടെ തലയിൽ കയറ്റാൻ പ്രയാസമുള്ള ഒരുപാട് വിഷയങ്ങൾ പഠിച്ചെടുത്തിട്ടാണ് നമ്മൾ PSC കോച്ചിങ്ങിനൊക്കെ ഓരോരുത്തരും അധ്വാനിക്കുന്ന രംഗം. പലപ്പോഴും ഞങ്ങളുടെ പള്ളി, ഞങ്ങൾ പങ്കെടുക്കുന്ന പള്ളി, അതിൽ പലപ്പോഴും പല കുട്ടികളും ഗ്രൂപ്പായും ഒറ്റക്കൊറ്റക്കും വായിക്കുന്നത് കാണാം. പോയി നോക്കുമ്പോൾ തൊഴിൽ വീതിയും തൊഴിൽ വാർത്തയുമാണ്. എന്താണ്? PSCക്ക് വേണ്ടി തയ്യാറാവുകയാണ്. ആ രൂപത്തിൽ കഷ്ടപ്പെട്ട് പഠിച്ച് നേടുന്ന ഒരുപാട് അറിവുകൾ യഥാർത്ഥത്തിൽ നമ്മൾ നേടേണ്ടത് വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയുമാണ്. ഏറ്റവും പ്രധാനമായി തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക വഅന അഅലമു വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അറിഞ്ഞുകൊണ്ട് അല്ലാഹുവേ നിന്നിൽ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു പടച്ചോനെ. അതല്ല അറിയാതെ എന്നിൽ വന്നു പോകുന്നതിനെ കുറിച്ച് ഞാൻ പാപമോചനം തേടുകയും ചെയ്യുന്നു. ആ രൂപത്തിൽ ശിർക്കിൽ നിന്ന് നമ്മൾ രക്ഷ തേടാൻ സദാസമയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല വളരെ വ്യക്തമായ അറിവ് അതിനെ കുറിച്ച് ഉണ്ടാവേണ്ടത്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഈ സന്ദർഭത്തില് ഇപ്പൊ ഓണാവധിയൊക്കെ കഴിഞ്ഞൊരു സന്ദർഭമാണ്. ഓണത്തിന്റെ 2 തലങ്ങളുണ്ട്. അവിടെ പലപ്പോഴും നമ്മളുടെ ഈമാൻ നഷ്ടപ്പെട്ട പല സന്ദർഭങ്ങളും പല ഉദ്യോഗസ്ഥർക്കും ഉണ്ടായിട്ടുണ്ടാകാം. കാരണം സൗഹാർദ്ദം എന്നതിന്റെ പേരിൽ നമുക്ക് പങ്കെടുക്കാവുന്ന ചില ഘടകങ്ങളുണ്ട്. പക്ഷേ അധിക ഭാഗവും അതിൻ്റേത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ അവരുടെ ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ചടങ്ങുകളും അതിലുണ്ട്. അവിടെയൊക്കെയും സൗഹാർദ്ദം മിണ്ടാൻ പാടില്ലല്ലോ, ഇപ്പൊ കാലം അങ്ങനെയില്ലേ എന്നൊക്കെ പറഞ്ഞ് അവനവന്റെ വിശ്വാസം പണയം വെക്കുന്നതിന് പകരം ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് ഈ ലോകത്തെ ആളുകളുടെ അംഗീകാരമല്ല വലുത്, മറിച്ച് പരലോകത്തെ വിജയമാണ്. അവിടെ ഈമാനിന് കളങ്കം മനസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താനും നമ്മളിനി എങ്ങോട്ടാണ് കാത്തിരിക്കുന്നത്? നമ്മളുടെ സാഹചര്യം മുഴുവൻ പ്രതികൂലമായി കൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് നമ്മളുടെ മുമ്പിലുള്ള ഈ വാതിലുകളൊക്കെയും കൊട്ടിയടക്കപ്പെടുക നമുക്കറിയില്ല. നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുന്നതോ അതല്ലെങ്കിൽ നമുക്ക് പങ്കെടുക്കാവുന്ന ആരാധനാ സംരംഭങ്ങളോ അതൊക്കെ എവിടെ വെച്ചാണ് എപ്പോഴാണ് കൊട്ടിയടക്കപ്പെടുക എന്ന് നമുക്കറിയാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. തഹജ്ജുദ് നമസ്കാരത്തിൽ അള്ളാഹു ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് അള്ളാഹുവിനോട് നമ്മുടെ ഈമാൻ. അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈമാൻ നിലനിർത്തിക്കൊണ്ട് ഈ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയിൽ കാണാം വഅഊദു ബിക അൻ യതഹബ്ബതനി ശൈത്വാനു ഇൻദൽ മൗത്ത്. അല്ലാഹുവേ, മരണത്തിന്റെ പ്രാളത്തിൽ, മരണത്തിന്റെ സമയത്ത് പിശാച് എന്നെ പിടികൂടുന്നതിന് പടച്ചോനെ എന്നെ കാത്തുരക്ഷിക്കണം. ആലോചിച്ച് നോക്കൂ, ഈമാൻ നഷ്ടപ്പെടുക എന്നത് വളരെയേറെ ഭയപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. അതിന് നമ്മൾ നല്ല ധൈര്യം, നല്ല ഈമാനിക ബോധവും നാം നേടേണ്ടതുണ്ട്. ആ ശിർക്കിന്റെ വശങ്ങൾ അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും മനുഷ്യർക്ക് അല്ലാഹു നിശ്ചയിച്ചതാണ്. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് ഫബശ്ശിരിസ് സ്വാബിരീൻ. തീർച്ചയായും നിങ്ങളെ
പേടി നൽകിയിട്ട്, ഭയം ഉണ്ടാക്കിയിട്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി ലഭ്യമാവേണ്ടുന്ന വിഭവങ്ങള് അത് ഒരു പക്ഷെ അരി തന്നെയായിരിക്കാം, അതൊക്കെയും നിങ്ങൾക്ക് ലഭ്യമല്ലാതാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ പൊന്നോമന മക്കളെ, നിങ്ങളുടെ മാതാക്കളെ മരിപ്പിച്ചുകൊണ്ട് ഒക്കെയും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോഴൊക്കെയും ക്ഷമ പാലിക്കുന്നവർക്ക് പ്രവാചകരെ സന്തോഷ വാർത്ത അറിയിക്കുക. ദുനിയാവ് നശിക്കാനുള്ളതാണ്, പരീക്ഷണങ്ങൾ വരും. മാനസിക രോഗികളാകാതിരിക്കാനും വണ്ടിക്ക് തലവെക്കാതിരിക്കാനും കയറിൽ തൂങ്ങാതിരിക്കാനുമുള്ള ഈമാൻ നമുക്ക് വേണം. കാരണം ഈ ദുനിയാവ് നശിക്കാനുള്ളതാണ്. ഇവിടെ ഏറിയാൽ 10-60 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അഅ്മാറു ഉമ്മത്തി ബൈന 60 വ 70. എൻ്റെ സമുദായത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. ശരാശരി ആയുസ്. അത്രയും വർഷക്കാലം ഇവിടെ ജീവിക്കുമ്പോൾ അത് സുഖം ഉണ്ടാകാം, പ്രയാസം ഉണ്ടാകാം. പ്രയാസം ഉണ്ടാകുമ്പോഴേക്കും മനസ്സ് മറിഞ്ഞു പോകാതെ, അതല്ലെങ്കിൽ അള്ളാഹുവിനോട് പരാതി പറയാതെ, അള്ളാഹുവിൽ പ്രതിഷേധിക്കാതെ ആത്മഹത്യ ചെയ്യാം. അറിയാലോ, ആത്മഹത്യ ചെയ്താൽ ഈ ലോകം നഷ്ടപ്പെട്ടു, പരലോകം കാലാകാലം നഷ്ടപ്പെട്ടു. പരലോകത്ത് ഒരിക്കലും സ്വർഗം കിട്ടുക ഹറാമാണ് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾക്ക്. അപ്പൊ അത്തരം അവസ്ഥയിലേക്ക് പോകാതിരിക്കാനൊക്കെ ഈമാനിന്റെ ബലമാണ് നമ്മൾ നേടേണ്ടത്. ധാരാളം ഇപ്പോ മറിയം ബീവിയുടെ സംഭവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ചരിത്രം വായിക്കുമ്പോൾ എത്രമാത്രം പരീക്ഷണമാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവർ അനുഭവിച്ചത്. പക്ഷേ ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ കാലത്ത് സഹാബ വനിതകളുടെയൊക്കെ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ സദാസമയം ശ്രദ്ധിക്കുകയും ചെയ്യും. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ. സ്ഥിരമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, ധാരാളമായി പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം. അത് ആത്മാർത്ഥമായി ഹൃദയം അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനും നമ്മൾ പരിശ്രമിക്കണം. ഏറ്റവും പ്രധാനമായി ഉദ്യോഗസ്ഥരോട് വീണ്ടും വീണ്ടും സൂചിപ്പിക്കാനുള്ളത് നമ്മളുടെ ഈമാൻ അത് ആർക്കും വേണ്ടി പണയം കാതിരിക്കാനും, നമ്മൾ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും, നമ്മൾ ഇപ്പൊ സൂറത്തുൻ നൂറിലെ 31-ാമത്തെ ആയത്ത്, 59-60 ആയത്തുകൾ, അഹ്സാബിലെ 59-ാമത്തെ ആയത്ത്, സൂറത്ത് അഹ്റാഫിലെ 26-ാമത്തെ ആയത്ത്, ഇതിന്റെ അർത്ഥം വിശദമായി നമ്മൾ മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഞാൻ എൻ്റെ ശരീരം മറക്കേണ്ടത്. അതാര് തന്നെ എങ്ങനെയൊക്കെ നമ്മൾ പരിഹസിച്ചാലും നമ്മളെ പ്രലോഭിപ്പിച്ചാലും നമ്മൾ മനസ്സിലാക്കിയ വേഷം, വിശുദ്ധ ഖുർആന്റെ വേഷം, അതില്ലെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടൂല എന്ന തിരിച്ചറിവോടുകൂടി ആ വേഷം ഒരിക്കലും മായ്ക്കാതെ നമുക്ക് അനുസരിക്കാനും, എവിടെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അവിടെ ഈമാൻ കളഞ്ഞു കുളിക്കാതിരിക്കാനുമുള്ള ഒരു ബോധം നമുക്ക് വേണം. നമുക്കറിയാം നമ്മുടെ കുട്ടികളെ ഈ കാലത്ത് പ്രധാനമായും നമ്മൾ ഇത് പഠിപ്പിക്കണം. നമുക്കറിയാം, അപ്പോൾ ഏക സിവിൽ കോഡിന്റെ ഒരു സർവേ ഈ യൂട്യൂബിൽ കാണിച്ചൂലേ, അതിൽ മുസ്ലിം അല്ലാത്ത കുട്ടികളൊക്കെ ഏക സിവിൽ കോഡ് വരരുത്, അത് വന്നാൽ ബുദ്ധിമുട്ടാണ് എന്ന് പ്രതികരിച്ചപ്പോൾ മുസ്ലിം നാമധാരികളായ പെൺകുട്ടികൾ പറഞ്ഞു, ഏക സിവിൽ കോഡ് വന്നാൽ ആണിനും പെണ്ണിനും ഒരേ സ്വത്തവകാശം കിട്ടുമല്ലോ എന്ന ജാതി വിഡ്ഢിത്തങ്ങളാണ്, എന്ന ഒരു വിവരമില്ലായ്മയാണ് മുസ്ലിം പേരുള്ള പെൺകുട്ടികൾ പ്രതികരിച്ച യൂട്യൂബിൽ പ്രചരിക്കണം. അപ്പം നമ്മളുടെ കുട്ടികൾക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയാൽ ആ കുട്ടികൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുട്ടികളായി വരും. നമുക്കറിയാം, ഒരു മാതാപിതാക്കൾക്ക് മരിച്ചാൽ ഏറ്റവും വലിയ ഒരു സമ്പാദ്യം റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാകണമെങ്കിൽ ആ മക്കൾക്ക് ആ പടച്ചോനെ കുറിച്ചുള്ള ബോധമുണ്ടെങ്കിലേ ആ പ്രാർത്ഥന കിട്ടുള്ളൂ. ആ ബോധം ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായും എത്ര വലിയ എഞ്ചിനീയർ ആയിരിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക്, പ്രസിഡന്റ് പദത്തിലേക്ക് എത്തിയാലും ശരി, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടക്കപ്പെടുമെന്ന് ബോധമുള്ള ഒരു വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നൽകാൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ പരലോകത്ത് ഈ ഡോക്ടർ പറഞ്ഞ പോലെ പരലോകത്ത് നമുക്ക് നഷ്ടമായിരിക്കും ഉണ്ടാവുക എന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക.